ഇന്ന് ജീവിത വിശുദ്ധി, വിശ്വാസം, ആത്മീയ കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് പുച്ഛമാണ്. ഒരുപാട് മനുഷ്യർക്ക് ഇതൊരു തമാശയാണ്. ഒരുപാട് മനുഷ്യർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമോ ബോധ്യമോ ഇല്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 19:14 അവിടെ ലോത്ത് തന്റെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ പോകുന്ന മരുമക്കളുടെ അടുത്ത് സോദോം ഗോമോരയുടെ മേൽ വരുന്ന ദൈവത്തിന്റെ ന്യായവിധി ആ മരുമക്കളെ അറിയിക്കുകയാണ്. ഈ സമയത്ത് ലോത്തിന്റെ മരുമക്കൾ എന്താ പറഞ്ഞെന്നറിയോ? ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ, ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ആ പിള്ളാരെ, ആ ലോത്തിന്റെ മരുമക്കള് എന്താണ് അപ്പനോട് പറഞ്ഞത്? അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. മരുമക്കൾക്ക് എന്താ തോന്നിയേ? തമാശ പറയുകയാണ്. ഇതുപോലെ ഇന്ന് കാലത്തിന്റെ അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ തരുമ്പോൾ നമ്മളിൽ പലർക്കും അതൊരു തമാശയായി, ലാഘവമായി, നിസ്സാരമായി, നമ്മൾ പലരും അത് വളരെ വളരെ കെയർലെസ് ആയി, യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് അപകടമാണെന്ന് പരിശുദ്ധ അമ്മ ഇവിടെ നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആത്മീയത സഭാത്മകമായിരിക്കണം. സഭയോട് ചേർന്ന്, സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന്, സഭയുടെ വിശ്വാസ സത്യങ്ങളോട് ചേർന്നുകൊണ്ടായിരിക്കണം ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രകാരം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ സഭയെ സ്നേഹിക്കാതെ സഭയിലുള്ള നിന്റെ ശുശ്രൂഷകളെ ഞാൻ അനുഗ്രഹിക്കുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നീ സഭയെ സ്നേഹിക്കാതെ സഭയിലുള്ള നിന്റെ ഒരു ശുശ്രൂഷയെയും ഞാൻ ആശീർവദിക്കില്ല. ആ കാര്യത്തിൽ കർത്താവിന് നിർബന്ധ ബുദ്ധിയ, കർക്കശക്കാരനാണ് ഈ കാര്യത്തിൽ നമ്മുടെ കർത്താവ്. എന്റെ സഹോദരങ്ങളെ, സഭയോടൊത്ത് ചിന്തിക്കാൻ, സഭയോടൊത്ത് ജീവിക്കാൻ, സഭാത്മകമായി ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇങ്ങനെയുള്ള പല പല ഞാൻ അതിലോട്ട് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. പല പല സെക്റ്റുകള് സഭാ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി കർത്താവിന്റെ വചനത്തെ വളച്ചൊടിച്ച് സഭയുടെ വിശ്വാസ സത്യങ്ങളെ ലഘൂകരിച്ച് ഒക്കെ ഇന്ന് ഒരുപാട് വ്യാജ പ്രബോധനങ്ങൾ നടക്കുന്ന കാലം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മൾ നല്ല ആത്മീയ വിവേചനമുള്ളവരാകണം. 100 ഉപദേശങ്ങൾ പുറകെ നമ്മൾ പരക്കം പായരുത്. എല്ലാ തീയും പരിശുദ്ധാത്മാവിന്റെ തീയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തീയും, എല്ലാ കാറ്റും പരിശുദ്ധാത്മാവിന്റെ, അത് വിവേചിക്കണം കേട്ടോ, തിരിച്ചറിയണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് എന്താ? പൗലോസ്, ഞാൻ പെട്ടെന്ന് അതിലോട്ട് ഇത് വരികയാ. പൗലോസ് പറഞ്ഞു, തെസ്സലോനി സഭയ്ക്ക് 2-ാം ലേഖനം, അവിടെ 2-ാം അധ്യായം 2-3 വചനങ്ങൾ പെട്ടെന്ന് വായിക്കാം. കർത്താവിന്റെ ദിവസം വന്നു, കർത്താവിന്റെ ദിവസം, കർത്താവ് വരാറായി എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടെ അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചല ചിത്തരും അസ്വസ്ഥരുമാകരുത്. 3-ാം വചനത്തിൽ പറയാണ്, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. അതെല്ലാവരും ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് യേശു എന്ന് വരും എന്നുള്ളതല്ല നമ്മുടെ വിഷയം. കർത്താവ് എന്ന് വേണമെങ്കിലും വരട്ടെ, പക്ഷേ ഈ തലമുറയിൽ വന്നാൽ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം, നമ്മൾ മറ്റുള്ളവരെ ഒരുക്കണം. അതാണ് അമ്മ മാതാവ് സഭയുടെ ചരിത്രത്തിൽ എക്കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും ചൊല്ലുന്നുണ്ട്, കർത്താവായ യേശു വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നത്. പറഞ്ഞേ, യേശു വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് സഭയുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഒരു പ്രവാചകന്റെ വ്യക്തിപരമായ വെളിപാടല്ല. 2000 വർഷമായി കർത്താവിന്റെ സഭ എന്നും എക്കാലവും വിശ്വസിച്ചു പോകുന്ന വിശ്വാസ സത്യമാണ് യേശുവിന്റെ പ്രത്യാഗമനം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവമക്കളെ,
ഇത് വലിയൊരു സത്യമാണ്. അപ്പൊ യേശുവിന്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെ സഭയെ ഒരുക്കുവാൻ ഇന്ന് അമ്മ വളരെ സജീവമായി സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ പ്രത്യാഗമനം അത് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് വായിക്കാൻ പോകണ്ട. സക്രിയ പ്രവചനം 14:5 പറയുന്നുണ്ട്, കർത്താവ് തന്റെ പരിശുദ്ധന്മാരോടുകൂടെ എഴുന്നള്ളി വരും. കർത്താവ് തന്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. മാലാഖമാരെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 10-11 വചനങ്ങളിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ആ മാലാഖമാരെ, ആ സ്ത്രീകന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ഗലീലയരെ, നിങ്ങൾ എന്തിനാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് നിങ്ങളത് കണ്ടതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരും. എല്ലാവരും പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരും. പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരും. പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തി, മാലാഖമാര് സാക്ഷ്യപ്പെടുത്തി. ഇനി നമ്മുടെ കർത്താവ് ഈശോ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14:3 നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണ്ടി സ്ഥലങ്ങളെല്ലാം ഒരുക്കി കഴിയുമ്പോൾ എന്താ ഈശോ പറഞ്ഞത്? ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന്, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ഞാൻ വീണ്ടും വന്ന്, പറഞ്ഞേ, ഞാൻ വീണ്ടും വന്ന്, ഞാൻ വീണ്ടും വരുമെന്ന് ലോക ചരിത്രത്തിൽ പറഞ്ഞ ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ ഈശോ മാത്രമാണ്. വേറെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല, ഒരു മത നേതാവും പറഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും വരുമെന്ന്, എന്റെ മക്കളെ, എന്നോടുകൂടെ നിങ്ങളുമായിരിക്കുവാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഉറപ്പോടെ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ, അപ്പൊ മാലാഖമാര് സാക്ഷ്യപ്പെടുത്തി, പ്രവാചകര് സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സാക്ഷ്യം. ഇനി സഭയുടെ സാക്ഷ്യം എന്താണ്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിനു മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരും. അത് അനേകം വിശ്വാസികളുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. മനസ്സിലാവുന്നുണ്ടോ? സഭ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ അലസമായി നമ്മുടെ ആത്മീയ ജീവിതം കെയർലെസ്സായി, അലസമായി, ലാഘവമായി, നിസാരമായി കാണരുത്. നമ്മുടെ സഭാത്മക ജീവിതം അലസമായി കാണരുത്. നമ്മുടെ കൗദാശിക ജീവിതം അലസമായി കാണരുത്. നമ്മുടെ ആത്മീയ ജീവിതം അലസമായി കാണരുത്. ആ ലോത്തിന്റെ മരുമക്കളെ പോലെ തമാശയായി കാണരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.